ஏண்டாமா எங்க போயிட்டு வர? தேனருக்கு போறேன். ഇനിയിപ്പോ എല്ലാ കാര്യങ്ങളും കൊച്ചുദേവര് പറയുന്നത് പോലെ ചെയ്തോളി. ഓ, നിങ്ങൾ വെക്കോളി. മൂപ്പ, മൂപ്പനെ കാണാൻ ആരോ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആരാ? എന്ത് വേണം? എന്റെ പേര് സുനന്ദ. ഞാനൊരു പത്രപ്രവർത്തകയാ. നിങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറാക്കാൻ വന്ന. അതൊന്നും സാധിക്കൂല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഏലിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല. ഏലിപ്പോ അതിനുള്ള അധികാരം ഒന്നുമില്ല. മൂപ്പൻ അങ്ങനെ പറയരുത്. മൂപ്പനെ കാണാൻ മാത്ര ഞാൻ നാട്ടിൽ നിന്ന് വന്നത്. കുറച്ചു നാളത്തേക്ക് മതി. ഇവിടെയുള്ള സൗകര്യത്തിൽ കഴിഞ്ഞോളാം. നിങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഞാൻ ഉണ്ടാക്കില്ല. ഇവിടെ വന്ന് മൂപ്പനെ കണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്നാ ഞാൻ അറിഞ്ഞേ. അതൊക്കെ മുമ്പ്. ഏനിപ്പോ അതിനുള്ള അധികാരമൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ? ഊരിനിപ്പോ പുതിയ ഒരു കൊച്ചുദേവരുണ്ട്. കൊച്ചുദേവരോ? അതെ, ദേവരുടെ അവതാരം. അതാരാ തേവരുടെ അവതാരം? വലിയ ദേവരുടെ കൽപ്പനയാണേ. അതനുസരിച്ച് ഏനന്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്തു. കൊച്ചുദേവരെ പോയി കാണ്. കൊച്ചുദേവർ അനുവദിച്ചാൽ ഏൻ ഒരു വിരോധവും ഇല്ല. മൂപ്പന്റെ കുടി താമസിക്കാൻ വേറെ വല്ലവരുടെ അനുവാദം ആവശ്യമുണ്ടോ? എന്റെ സ്ഥിതി ഇനി എങ്ങനെയാ പറഞ്ഞു തരിക? എല്ലാം കൊച്ചുദേവരുടെ കൽപ്പന പോലെ നടക്കൂ. എന്തായാലും ശരി, മൂപ്പൻ ഈ കാര്യത്തിൽ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. മോളെ വേണി. എന്താ? പിന്നെ ഇവർക്ക് നമ്മുടെ കൊച്ചുദേവരുടെ കുടി ഒന്ന് കാട്ടിക്കൊടു. അനിയൻ കുഞ്ഞെ, നിനക്ക് അസൂയ തോന്നുന്നുണ്ടോ? അവനെടുക്കും, അവനെടുക്കും. അനിയൻ കുഞ്ഞെ, ഈ സർപ്പദംശം വിധിക്കാനുള്ള അധികാരം ഇപ്പൊ ആർക്കാണെന്ന് അറിയാമോ? അറിയാം. ഒരു പെണ്ണിനെ ഒന്ന് നോക്കാനോ തൊടാനോ സമ്മതിക്കില്ല. ഒരു ആപ്പിൾ പോലും തിന്നാൻ സമ്മതിക്കില്ലേ? സമയമായില്ല. സമയമാകുമ്പോൾ കൊച്ചുദേവർക്ക് അറിയാം. അനിയൻ കുഞ്ഞെ, ആരോ ഭക്തജനങ്ങൾ കാണാൻ വന്നിരിക്കുന്നു. പോയി നോക്ക്. തന്നോളൂ. എന്ത് വേണം? കൊച്ചുദേവരെ കാണാൻ വന്നതാ. ആരാ? ഞാനൊരു പത്രപ്രവർത്തകയാ. ഇപ്പൊ വിളിക്കാം കേട്ടാ. ആരോ കാണാൻ വന്ന് നിൽക്കുന്നു. ആരാണ്? ഏതോ പത്രപ്രവർത്തകരാ. പ്രവർത്തകനാണോ പ്രവർത്തകയാണോ? ഒരു പെണ്ണാണ്. ഓ, പെണ്ണാണോ? എങ്കിൽ നാം ദർശനം കൊടുക്കാം. ഇവളെങ്ങനെ ഇവിടെ വന്നു? ഇവനെങ്ങനെ ഇവിടെ എത്തി? പത്രക്കാരിക്ക് കാട്ടിലെന്ത് കാര്യം? എങ്ങനെ കൊച്ചുദേവരായി? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ശരി, നോക്കാം. എന്റെ പരിപാടികളെ പൊളിക്കാൻ വന്നാണോ? ദേവരെ, കൊച്ചുദേവരോട് ഒരു അപേക്ഷയുണ്ട്. എന്താ? കൂമൻകൊല്ലിയിലെ ആദിവാസികളെ കുറിച്ച് പഠിച്ച് ഒരു ഫീച്ചർ എഴുതാൻ വന്നതാ. കുറച്ചു ദിവസം ഇവിടെ താമസിക്കാൻ സൗകര്യം ചെയ്തു തരണം. ഇവിടെയോ? അങ്ങനെയാണ് പറഞ്ഞുവിടണം. കുറച്ചാൾ നോക്കിയിട്ട് വിളവാണെങ്കിൽ പറഞ്ഞുവിടാം. ശരി, ഓക്കെ ഓക്കെ.
രാമം ദശരഥം വിദ്ധിമാം വിധി ജനകാത്മജാം. വലിയ ദേവർക്ക് നിങ്ങളെ തീരെ പിടിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം തൽക്കാലം സമ്മതിച്ചിരിക്കുകയാണ്. വേണി മോളെ, മൂപ്പനോട് ചെന്ന് ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുക്കാൻ പറയൂ. ശരി, പറയാം. താങ്ക് യു. നോ മെൻഷൻ. ശരി. നിങ്ങളുടെ കൊച്ചുദേവരെയും ചിങ്കിടിയെയും ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. അതെ, നല്ല മുഖപരിചയം. ഇല്ലക്ക, അത് തോന്നല. കൊച്ചുദേവര് ഞങ്ങളുടെ വലിയ ദേവരുടെ അവതാരാ. അവരാദ്യം ഇവിടെ വന്നപ്പോ രണ്ടുപേരെ അപ്പം വലിയ ദേവർക്ക് ബലി കൊടുക്കാൻ പോയതാ. എങ്ങനെയോ രക്ഷപ്പെട്ട്. എന്റെ അവതാരോ കൊച്ചുദേവരെന്ന് വലിയ ദേവര് അപ്പനോട് കൽപ്പിക്കണത് ഞങ്ങളൊക്കെ കേട്ടതാ. നേരോ? സത്യം. നിങ്ങളുടെ കൊച്ചുദേവർ ഇവിടെ എത്തിയിട്ട് എത്ര കാലമായി? കുറച്ചേ ആയുള്ളൂ. വേണി, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവർ വലിയ ദേവരുടെ അവതാരമൊന്നുമല്ല. നിങ്ങളെ അവർ ശരിക്കും കബളിപ്പിച്ചു. കൊച്ചുദേവരെ പറ്റി അങ്ങനെ പറയരുത്, പാപമാ. കൊച്ചുദേവരെ ഞങ്ങൾക്ക് വലിയ വിശ്വാസാ. കൊച്ചുദേവര് വന്നതിൽ പിന്നെയാ ഈ കാടിന് സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടായത്. എന്നാര് പറഞ്ഞു? വലിയ ദേവര് കൊച്ചുദേവരോട് പറഞ്ഞു, കൊച്ചുദേവര് ഞങ്ങളോട് പറഞ്ഞു. ഞാനിപ്പോ എന്തു പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല. സാവധാനം മനസ്സിലാക്കി തരാം. അക്ക, വേണ്ടാത്തതിനൊന്നും പോണ്ട. കൊച്ചുദേവര് അറിഞ്ഞാ കോപിക്കും. പിന്നെ ഈ കാട് മുടിഞ്ഞു പോകും. ഐതിഹ്യ കഥകളും അവതാര കഥകളും കേട്ടുപഴകിയ നിങ്ങൾക്ക് പുതിയൊരു മനുഷ്യദൈവത്തിന്റെ കഥ കൂടി കേൾക്കണ്ടേ? ഈ പുതിയ അവതാരം ഉണ്ടായിരിക്കുന്നത് സഹ്യന്റെ മലമടക്കുകൾക്കിടയിൽ ഒളിഞ്ഞുകിടക്കുന്ന ഊമൻകൊല്ലിയിലാണ്. നിഗൂഢതകൾ നിറഞ്ഞൊരു കാട്, ആരുടെയൊക്കെയോ ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആദിവാസികൾ. ഈ പാപങ്ങൾക്കിടയിലാണ് പുതിയ ദൈവത്തിന്റെ പൊടുന്നനെയുള്ള അവതാരം ഉണ്ടായിരിക്കുന്നത്. മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി കിട്ടുന്ന പല വേഷങ്ങളിൽ ഒരു വേഷം. അതല്ലേ ഈ പുതിയ കൊച്ചുദേവർ.